എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഓർമ്മിരിക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജന്മദിനമാണ്. അവധൂതന്മാരെപ്പോഴും സൂക്ഷ്മ രൂപത്തിൽ ഈ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. നമ്മളെല്ലാം അതിനെ ആദരിക്കാനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ ഒരു സങ്കല്പമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഇരിക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്നത്. അതുകൊണ്ട് മനസ്സിൽ സ്വാമികളെ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ, എപ്പോഴും മാർഗദർശനം ഉണ്ടാവണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമ്മയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ പ്രണാമം. അതുപോലെ നമ്മളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈശ്വര ഭാവങ്ങൾക്കും സാദര പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേദ അധികാര നിരൂപണം എന്ന പുസ്തകത്തെക്കുറിച്ച് പറയണം എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഞാൻ കഴിയുന്നത്ര അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്നു പോവുകയാണ്, ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമികളുടെ അനുഗ്രഹമാണ്, അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു ഇൻ്ററാക്ഷൻ പോലെ ആകുമ്പോൾ കുറച്ചും കൂടി അപ്പോൾ എല്ലാവരും പ്രഭാഷണം വളരെ നല്ല നല്ല പ്രഭാഷണമായിരുന്നു ഇതുവരെ കഴിഞ്ഞതെല്ലാം. ഞാനിങ്ങനെ അത് കേട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, പറയാനുള്ളതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു ഇൻ്ററാക്ഷനായിട്ട് നമുക്ക് തുടങ്ങാം. ജോലിയെക്കുറിച്ച്. പോലീസിന് എന്താ പണി? പോലീസിന് എന്താ പണി? അമ്പലത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണോ? അല്ല. പക്ഷെ പോലീസിന് എന്താ പണി? കൈക്കൂലി, ക്രമസമാധാനം. വെരി ഗുഡ്. ഡോക്ടർക്ക് എന്താ പണി? രോഗികളെ ശുശ്രൂഷിക്കുക, രോഗം മാറ്റുക, അല്ലേ? വക്കീലിന് ന്യായം വാങ്ങിക്കൊടുക്കുക എന്നുള്ള, നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഗുരുവിന് എന്താ പണി? അല്ല, കണ്ണടച്ചിരിക്കുക, ശാപ്പാടെടുക്കുക. ഇതാണോ ഗുരുവിൻ്റെ പണി? പോലീസിനെ സമൂഹത്തിൽ ക്രമസമാധാനം തകരുമ്പോൾ പോലീസിൻ്റെ ജോലിയുമായിട്ട് വരും. ഒരു രോഗി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഡോക്ടർ രോഗിയുടെ ശുശ്രൂഷ ഏറ്റെടുക്കും, മരുന്ന് കുറിച്ച് കൊടുക്കും. അതുപോലെ ന്യായം, നീതി നഷ്ടപ്പെടുന്നെന്ന് തോന്നുമ്പോൾ വക്കീൽ ആ നീതി വാങ്ങിക്കൊടുക്കും. അതുപോലെ സമൂഹത്തിൽ എപ്പോഴൊക്കെ അജ്ഞാന അന്ധകാരം കൊണ്ട് ലോകം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടോ, ദുഃഖത്തിൽ മയങ്ങി പോകുന്നുണ്ടോ, ജീവിതം തകർന്നു പോകുന്നുണ്ടോ, അപ്പോഴൊക്കെ നമ്മളുടെ ആ ദുഃഖ നിവൃത്തിക്കായിക്കൊണ്ട് ഗുരു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും. ഒരു ഗുരു രൂപം അപ്പോൾ പ്രകടമാകും. അത് പ്രകൃതിയുടെ നിയമമാണ്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശക്തിയാണ് പ്രകൃതി. ഭഗവാൻ സ്വയം അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിലും അങ്ങനെ ഒരു അന്ധകാരം മൂടിയിരുന്ന അവസരം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടാലറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഏകദേശം സമയമായി തുടങ്ങി. പക്ഷേ അങ്ങനെ എല്ലാവരുടെയും മനുഷ്യ മനസ്സിൽ വിധി നിഷേധവാക്യങ്ങൾ, വിശാഖ് പറഞ്ഞതുപോലെ വിധിവാക്യങ്ങളും നിഷേധവാക്യങ്ങളും അറിയാതെ ജീവിതം അധർമ്മത്തിൻ്റെ ഇരുട്ടിൽ ആണ്ടുപോയപ്പോൾ നമ്മൾക്ക് അവകാശപ്പെട്ട വേദം പഠിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ വീണ്ടെടുക്കാനായി പ്രകൃതി ഈശ്വരകാരുണ്യം നമ്മളിലേക്ക് അയച്ച ആ ജ്യോതിസാണ് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഗുരുനാഥൻ. അതുകൊണ്ട് ആ ഒരു ആശയം നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുണ്ട്. വേദ അധികാര നിരൂപണം എന്നൊരു പുസ്തകം അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. അതിൽ ആശയങ്ങളെ, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധകാരത്തിന്, അജ്ഞാനത്തിന്, ജാതി അഹങ്കാരങ്ങളെ എല്ലാം ആശയങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട്
ഇന്നത്തെ പോലെ മതം മാറ്റം അല്ലെങ്കിൽ കഴുത്തിൽ കത്തി വെച്ചിട്ട് എൻ്റെ ആളാണോ എന്ന് ചോദിക്കുന്ന രീതിയല്ല. മനുഷ്യ സ്നേഹിയാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയാവുമ്പോൾ ആശയങ്ങളെ കൊണ്ടിട്ട് ഈ അധർമ്മം എന്നുള്ളത് പ്രകൃതിയുടെ നിയമം തന്നെയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ കാലത്തിൻ്റെ പ്രവാഹത്തിൽ അതിൽ മാലിന്യം കയറിക്കൂടി മനുഷ്യൻ അധർമ്മത്തിലേക്ക് വീണുപോകും. അപ്പോൾ വീണ്ടും അവതാരങ്ങൾ ഉണ്ടാകും. ഇത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ, ഇങ്ങനെ ഈ ഒരു അന്ധകാരത്തിലേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിനെ ഉദ്ധരിക്കാനും നമ്മളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാനും ആനന്ദം കൊണ്ടുവരാനും നേരായ മാർഗങ്ങൾ നയിക്കാനും ധർമാധർമ്മങ്ങളെ അറിഞ്ഞ് ജീവിച്ചുകൊണ്ട് ജീവപരമ ഐക്യം എന്ന ലക്ഷ്യത്തിലേക്ക്, ആത്യന്തികമായ ദുഃഖ നിവൃത്തി മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനും നമ്മൾക്ക് സാധിക്കണം. അതാണ് ഓരോ ഗുരുനാഥൻ്റെയും ഉത്തരവാദിത്വം. അപ്പോൾ ഗുരുനാഥൻ എന്താ ജോലി എന്ന് ചോദിച്ചാൽ, എന്നെ എൻ്റെ ആനന്ദ സ്വരൂപത്തിലേക്ക് നയിക്കാനാണ് ഗുരുനാഥൻ വന്നിരിക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കണം, എല്ലാവർക്കും ഒരു ഗുരുവുണ്ട്. ചിലവർക്ക് അത് നേരിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് സൂക്ഷ്മ രൂപത്തിലാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ പുണ്യം ഭാഗമാകുമ്പോൾ നമ്മൾ ആ ഗുരു സാന്നിധ്യത്തിൽ എത്തിപ്പെടും. അത് അവരുടെ സങ്കല്പമാണ്. നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ളത്, എൻ്റെ ഗുരു സൂക്ഷ്മ രൂപത്തിൽ എന്നോടൊപ്പമുണ്ട്. ഇതാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കുക. അതൊരു വലിയ ധൈര്യമാണ് നമുക്ക്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ചെന്ന് ചാടുമ്പോഴും എൻ്റെ ഗുരു ഉണ്ട്, നമ്മൾ അങ്ങോട്ട് അൺലോഡ് ചെയ്യണം. ഈ ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും വേണം. അത് ഇത്തരം മഹാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുമ്പോഴും അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥന്മാരുടെ സമൂഹത്തിലുള്ള പ്രവൃത്തി. നമ്മളിപ്പോൾ പറഞ്ഞു നവോത്ഥാന നായകനാണ് എന്ന് പറഞ്ഞു. നവോത്ഥാന നായകൻ എന്ന് പറയാനുള്ള സ്റ്റാമ്പ് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. നവോത്ഥാനം നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സാധാരണ ചോദിക്കും, വേദത്തിന് അധികാരി ആരാണ് എന്ന് ചോദിക്കും. അതിൻ്റെ മുന്നേ നമ്മളൊരു ചോദ്യം ചോദിക്കും, മനുഷ്യരായിട്ട് ജനിക്കുന്നത് എന്തിനാണ്? മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിച്ച് ജീവിച്ച് മരിച്ചു പോകാനാണോ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത്? മനുഷ്യന് വിവേക ബുദ്ധി എന്നൊരു ബുദ്ധി ദൈവം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അവനവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്, ഞാൻ എന്തിനാണ് ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഓരോ മനുഷ്യനും ജനിച്ചിരിക്കുന്നത് അവൻ്റെ കർമ്മവാസനകളെ നിശേഷം നശിപ്പിച്ച് ദയിപ്പിച്ചുകൊണ്ട് മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാണ് എന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? മോക്ഷത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് പോയാൽ എത്തുമോ? എത്തില്ല. നമ്മളതിൻ്റെ ഒരു വിധിപ്രകാരം ജീവിക്കണം. അതിനാണ് ധർമാധർമ്മങ്ങളെ അറിഞ്ഞ് ജീവിക്കുക, വിധി നിഷേധങ്ങളെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞത്. ഇങ്ങനെ വിധി നിഷേധങ്ങളെ അറിഞ്ഞ് ജീവിക്കണം. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് ഞാൻ ജീവൻ എന്ന അഹങ്കാരം ഭഗവാനിൽ ലയിക്കാനുള്ളതാണ്. ഇതിനെ അങ്ങനെ വിലയിപ്പിക്കണം എന്ന ലക്ഷ്യം അറിഞ്ഞ് ജീവിക്കണം. ഇത് രണ്ടും പറഞ്ഞു തരുന്ന മാർഗനിർദ്ദേശങ്ങൾ, അതാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ വേദം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓരോ മനുഷ്യനും അവകാശപ്പെട്ട, മനുഷ്യനായിട്ട് ജനിച്ച ഓരോരുത്തർക്കും അധികാരം ഉള്ളതാണ് വേദം എന്നുള്ളത്. അവൻ വേദം പഠിക്കാനാണ് ജനിച്ചത്. പക്ഷേ ജാതി അഹങ്കാരത്തിൻ്റെ പേരിൽ, ഞാൻ പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്, 21-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ആർക്കും ഉള്ളിലേക്കൊന്നും കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ പറയാം. അന്നത്തെ കാലത്ത് ജാതി അഹങ്കാരത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന പദത്തിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ച് ബ്രാഹ്മണൻ വർണ്ണമാണ് എന്ന് അറിയാതെ ബ്രാഹ്മണൻ ജാതിയാണ് എന്ന് വിചാരിച്ചു പോയതിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിപ്പോയിട്ടുള്ള പല പ്രശ്നങ്ങളും അന്ന് ഈ സമൂഹത്തിന് ആകെ കൂടി ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വേദം പഠിക്കാൻ അധികാരപ്പെട്ടവർക്ക് ആർക്കും വേദം കിട്ടിയില്ല. ഒരു കൂട്ടം ആളുകൾ ഇത് എൻ്റേത് മാത്രം, എനിക്ക് മാത്രം, നീ മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ മാറ്റി നിർത്തി. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കും. തൈത്തിരീയ ഉപദേശിച്ച് നമ്മളോട് പറയുന്നു, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ച് സംശയമുണ്ടാകുന്നുവോ അപ്പോൾ ആത്മജ്ഞാനികളായ ബ്രാഹ്മണരെ സമീപിച്ചുകൊണ്ട് സംശയം ഉറച്ചു വരുത്തണം. ഇതാണ് ഉപദേശം നമുക്ക് തന്നിരിക്കുന്ന ഹിന്ദുവിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട്. നമുക്കൊരു ആചാര സംഹിതയുണ്ട്. ബൈബിളിലെ 10 കമൻമെൻറ്റ്സ് ഓഫ് പറഞ്ഞ പോലെ, 10 കൽപ്പനകൾ പറഞ്ഞ പോലെ ഹിന്ദുവിന് കൽപ്പനകളുണ്ട്. ആർക്കെങ്കിലും അറിയോ എന്നറിയില്ല. ഹിന്ദുവിന് കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത് തൈത്തിരീയ ഉപദേശത്തിലാണ്. ഒരു ഹിന്ദു എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴൊക്കെ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ സംശയമുണ്ടാകുന്നു, ആത്മജ്ഞാനികളായ ബ്രാഹ്മണരെ സമീപിക്കണം. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മജ്ഞാനി, ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. അത് ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ അണിഞ്ഞതുകൊണ്ടോ അലങ്കാരങ്ങൾ അണിഞ്ഞതുകൊണ്ടോ ബ്രാഹ്മണനാവില്ല. ഇത് ചട്ടമ്പി സ്വാമികൾക്ക് അറിയാവും.
അതുകൊണ്ട് തന്നെ ഈ വേദ അധികാരം നിഷേധിച്ച സമയത്ത് അദ്ദേഹം ആശയങ്ങളെ എതിർത്തു എന്നുള്ളത്. അന്ന് നിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ശരിയായ പ്രമാണങ്ങളിലൂടെ, ലക്ഷണങ്ങളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, ദുർവ്യാഖ്യാന ഖണ്ഡനത്തിലൂടെ, അനാചാരത്തിലെ തത്വങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരു ഗ്രന്ഥം എഴുതി. അതാണ് വേദ അധികാര നിരൂപണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഒരു അസുഖം വന്നു, അയാൾ ഡോക്ടറെ അടുത്ത് പോയി. അല്ലെ, ഞാൻ ഒരു ഉദാഹരണം, ഒരു ഡോക്ടർ രാമൻകുട്ടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഡോക്ടർ രാമൻകുട്ടി വളരെ നന്നായിട്ട് ക്ലിനിക്കൊക്കെ നടത്തിയിരുന്ന ആൾ. അവിടെ പോകുന്നവർക്കൊക്കെ വളരെ സമാധാനമാണ്. അപ്പോഴാണ് വേലായുധൻകുട്ടിക്ക് വയ്യാതെയായത്. ഈ അമൃതജ്യോതി ക്ലാസ്സിൽ സ്ഥിരം കഥാപാത്രമാണ് വേലായുധൻകുട്ടി. അപ്പോൾ ഈ വേലായുധൻകുട്ടിക്ക് വയ്യാതെയായപ്പം വേലായുധൻകുട്ടി ഡോക്ടർ രാമൻകുട്ടിയെ കാണാൻ പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ സുഖമില്ല, എന്താ വയ്യായി? വയറിനൊരു സൂക്കട്, നെഞ്ചുവേദനയുണ്ട്, തലവേദനയുണ്ട്, ഇങ്ങനെ ആൾക്കാർക്കൂടെ അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ കേട്ടു. ഡോക്ടർ പറഞ്ഞു, അങ്ങനത്തെ മരുന്ന് തരാലോ. പ്രിസ്ക്രിപ്ഷൻ എഴുതി, മരുന്ന് എഴുതി. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റൂമിനകത്തേക്ക് പോയി കബോർഡ് തുറന്ന് മരുന്ന് കൊണ്ടുവന്നു, മുന്നിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ ബോട്ടിൽ തുറന്ന് ഡോക്ടർ കുടിച്ചു മരുന്ന്. രോഗിയുടെ അസുഖം മാറുമോ? രോഗിയുടെ അസുഖം മാറില്ല. ഇതുപോലെ സംസാര രോഗം ബാധിച്ച ഓരോ ജീവനും ബ്രാഹ്മണനെ സമീപിക്കുമ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ, നീ വൈദ്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അന്ന് മരുന്ന് ഞാൻ കഴിച്ചോളട്ടോ എന്ന് പറഞ്ഞതുപോലെ, വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നാൽ പിന്നെ നീ ദുഃഖിച്ചോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്ന്. നിനക്കിത് പഠിക്കാനോ ഈ മരുന്ന് കഴിക്കാനുള്ള അധികാരം നിനക്കില്ല എന്ന് പറഞ്ഞതുപോലെ, വേദം പഠിക്കാനുള്ള അധികാരം നിനക്കില്ല. കാരണം നീ ബ്രാഹ്മണൻ എന്ന പദത്തിൽ വന്നിട്ടില്ല. അന്ന് ഇവർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ജാതിയെ ഉദ്ദേശിച്ചിട്ടായിരുന്നു. ജാതി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആചാരങ്ങളെയും കുലത്തൊഴിലിനെയും ഒക്കെ ആസ്പദമാക്കിയിട്ട് ഉണ്ടായതാണ് ജാതി. മനുഷ്യനിർമ്മിതമായതുകൊണ്ട് തന്നെ അതിന് നാശവും ഉണ്ട്. വർണ്ണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നവർക്കറിയാം, ചാതുർവർണ്ണം മയാസ്കം ഗുണകർമ്മ വിഭാഗശ. ജാതി പറഞ്ഞിട്ടില്ല. ത്രിഗുണങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടുമാണ് ചാതുർവർണ്ണം നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ, പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ ബ്രാഹ്മണോസ്യ മുഖമാസി ബാഹുരാജന്യകൃത ഊരുതസ്യദ്വൈശ്യഃ പത്യാഗം ശൂദ്രോവചായത. ഈ 4 വരി പറഞ്ഞുകൊണ്ട് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തിരിക്കുന്നവരാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തുനിന്ന് വന്നവർ. ഈ പാപത്തിൽ ശൂദ്രൻ, പത്യാഗം ശൂദ്രോവചായത, ഈ പാപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നല്ല അധികാരമില്ല. നമ്മൾ ഈ പദത്തിന്റെ അർത്ഥം നോക്കിയാൽ അറിയാം. പത്യാം ശൂദ്രോ അജായത, ജനിച്ചത് പത്മ അവിടെയാണ്, പാദത്തിൽ ശൂദ്രനായിക്കൊണ്ടാണ്. ബ്രാഹ്മണത്വം നേടിയെടുക്കേണ്ടത്, അങ്ങോട്ട് കയറണം. കർമ്മങ്ങളിലൂടെ മാത്രമേ കയറാൻ സാധിക്കൂ. ഇപ്പോൾ പറഞ്ഞതുപോലെ ധർമാധർമ്മങ്ങളെ വിവേചിച്ച് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലൂടെ മുന്നേറുമ്പോഴേ ബ്രാഹ്മണത്വം എന്ന വർണ്ണത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അതുവരെ താഴെ ശൂദ്രനാണ് എല്ലാവരും. ഏത് ജാതിയിൽ, ഏത് നാട്ടിൽ, എങ്ങനെ ജനിച്ചാലും ജനിക്കുമ്പോൾ തമസ്സിൽ അകപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ചാതുർവർണ്ണം, ബ്രാഹ്മണന്റെ വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? സത്വഗുണം ഏറ്റവും പ്രബലമായിരിക്കുന്നതാണ് ബ്രാഹ്മണ വർണ്ണം. തമോ ഗുണം പ്രബലമായിരിക്കുമ്പോഴാണ് ശൂദ്രൻ. അപ്പൊ തമോ ഗുണത്തിൽ ജനിക്കുന്ന ഒരാൾ തമോ ഗുണത്തിനെ അധികരിച്ച് രജോ ഗുണത്തിലെത്തണം, രജോ ഗുണത്തിനെ അധികരിച്ച് സത്വഗുണത്തിലെത്തണം. പിന്നെ 3 ഗുണങ്ങൾക്കും അപ്പുറം ത്രിഗുണാതീതമായ അവസ്ഥയിലേക്ക്, മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തണം. ഭഗവത്ഗീത കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഈ അനുഭവങ്ങളെല്ലാം ത്രിഗുണങ്ങളാണ് അർജുന. നീ ഗുണാതീതനായിട്ട് മാറും. നമ്മൾ ജനിച്ച എന്തിനാണ്? ഗുണാതീതനായിട്ട് മാറാനാണ്. എന്താണ് നമുക്ക് മാർഗം? വേദം. അത് നിഷേധിക്കുന്നത് ശരിയാണോ? നമ്മളുടെ അധികാരമാണ് ഓരോ മനുഷ്യന്റെയും. ജാതിയല്ല, ഏത് കുലത്തിൽ ജനിച്ചാലും. ഇതിനെയാണ് ചട്ടമ്പി സ്വാമികളും ആശയങ്ങളെ കൊണ്ട്, നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര എന്താ പറയുക, കരണ്ടടിക്കണ പോലെയാണ് വേദാധികാര നിരൂപണം വായിക്കുമ്പോൾ. ഇത്രയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ഹിന്ദുവായി ജനിച്ച ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ? എത്ര തെറ്റിദ്ധാരണകളായിരുന്നു എനിക്ക് എന്നെക്കുറിച്ച്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി. ഇതാണ് ഈ നവോത്ഥാനത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. അതൊരു സ്ഥലത്ത് നിൽക്കില്ല. ഒരാൾക്ക് കിട്ടി അത് പകരും, എല്ലായിടത്തേക്കും പകരും. ഇപ്പോൾ കണ്ടില്ലേ, ഈ അമ്പലത്തിൽ ഈ കമ്മിറ്റി കാര്യം ഏറ്റെടുത്തു. അന്ന് നവോത്ഥാന നായകന്മാർ സങ്കല്പിച്ച ആ വലിയ കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങളെ കമ്മിറ്റി ഏറ്റെടുത്തത് പ്രത്യേകം ഒരു അഭിനന്ദനം. ആ കമ്മിറ്റിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം. കാരണം ഇത് ഈശ്വര സങ്കല്പമാണ്. ഒരു മനുഷ്യജീവിയും ദുഃഖിക്കുന്നത് ഈശ്വരൻ ഇഷ്ടമല്ല.
അപ്പം നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. ഭഗവാൻ എന്താ പറയുക? സമൂഹം സർവഭൂതേഷവും, ഞാൻ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നീ ഈശ്വരനെ ആരാധിക്കാൻ അർഹനല്ല എന്ന് പറയുന്നവൻ ഈശ്വരത്വം ഇല്ലാത്തവനാണ്. ഇതായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥത്തിലെ മുഖ്യമായ കണ്ടന്റ്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. വേദ അധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിലെ 5 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ വേദത്തിൻ്റെ സ്വരൂപം എന്താണ് ഈ വേദം ആദ്യം പറയണ്ടേ. അവിടെ വേദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയാണ്, ശ്രുതിയാണ്, ബ്രഹ്മമാണ്, വേദമാണ് എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ചട്ടമ്പി സ്വാമികൾ, ഞാൻ അതിൻ്റെ വലിയ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ലക്ഷ്യാർത്ഥം നിഷാജി പറഞ്ഞ പോലെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലേക്ക് വരാം. അവിടെ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം വേദാന്തമാണ്. വേദാന്തത്തിലേക്ക് നയിക്കാനുള്ളതാണ്, ബ്രഹ്മത്തിലേക്ക് നയിക്കാനുള്ളതാണ്, അദ്വൈതത്തിലേക്ക് നയിക്കാനുള്ളതാണ്, ഓരോ ജീവനെയും പരമാത്മാവിലേക്ക് നയിക്കാനുള്ളതാണ്. അതുകൊണ്ട് വേദം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ബ്രഹ്മം എന്ന് തന്നെയാണ് വേദസ്വരൂപം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് വേദത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചാണ്. 3 വിധത്തിലാണ് പ്രമാണങ്ങൾ: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഇതാണ് 3 പ്രമാണങ്ങൾ. പ്രത്യക്ഷ അനുമാനം ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. രാമകുട്ടി ഊണ് കഴിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നാമത് ഞാൻ പ്രത്യക്ഷമായിട്ട് കണ്ടു, എനിക്ക് യാതൊരു സംശയമില്ല. പ്രത്യക്ഷം പ്രമാണമായി. അടുത്തത് എന്താണ്? അനുമാനം ആണ്. അനുമാനം എന്താണ്? രാമകുട്ടി ഊണ് കഴിച്ചു, വയറൊക്കെ വീർത്തിരിക്കേണ്ട ഏമ്പക്കം ഇട്ടിട്ട് ഒരു ഊണ് കഴിച്ച മയക്കത്തിലാണ്. അപ്പം ഊണ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഊണ് കഴിച്ച ലക്ഷണങ്ങളുണ്ട്, ഞാൻ അനുമാനിക്കുകയാണ് അയാൾ കഴിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ പ്രമാണം. മൂന്നാമത്തെ പ്രമാണം, രാമകുട്ടി ഊണ് കഴിച്ചിട്ടോ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ കണ്ടിട്ടില്ല, രാമകുട്ടിയെ കണ്ടിട്ടില്ല, പറഞ്ഞത് കേട്ടിട്ടുള്ളൂ. അത് ശബ്ദം, ശബ്ദപ്രമാണം. 3 പ്രമാണമാണ് നമുക്കുള്ളത്: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഇതിൽ വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഭാഗത്ത് വേദസ്വരൂപം ദൈവികമായി കിട്ടിയതായത് കാരണം ശ്രുതികളാണ്, അത് ധ്യാന അവസ്ഥയിൽ കേട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വേദത്തിന് നിഷേധിക്കുന്നവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അത് ശബ്ദപ്രമാണമല്ലേ, അത് അധമമല്ലേ? കേട്ട കാര്യല്ലേ, നിങ്ങളതിനെ നേരിട്ട് കണ്ടു. ഇതാണ് ചോദ്യം. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. അവിടെ ചട്ടമ്പി സ്വാമികൾ ഇടപെട്ടു. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, എല്ലാ പ്രമാണങ്ങളും, പ്രമാണത്രയം 3 സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. വേദം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിൽ സൃഷ്ടി വിവർത്തമായതാണ്. ഭഗവത്ഗീത ക്ലാസ് പഠിക്കുന്നവർക്കറിയാം, അതാണ് അദ്വൈത സിദ്ധാന്തം. സൃഷ്ടി വിവർത്തമാണെന്നാണ്. യഥാർത്ഥത്തിലില്ല, തൽക്കാല സമയത്ത് ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ രജ്ജു സർപ്പഭ്രാന്തി എന്നൊക്കെ പറയും അതിന് ഉദാഹരണമായിട്ട്. അപ്പോൾ ഈ ഇല്ലാത്ത സൃഷ്ടിയെ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ബ്രഹ്മതത്വത്തിലേക്ക് എത്തണം. അതാണ് നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. ഭാഗവതം വായിക്കുമ്പോഴറിയാം, വിതുര മൈത്രേയ സംവാദത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വിതുരം വന്നിട്ട് മൈത്രേയ ചോദിക്കുകയാണ്, സൃഷ്ടിയാണ്. സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടായില്ല പറയാം? അങ്ങിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഇരിക്കുന്ന അങ്ങ് കാണുന്നുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, സൃഷ്ടിയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരമാണ്, സൃഷ്ടി ഇല്ല, പക്ഷെ സൃഷ്ടി ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഭാഗവത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഏകാദശ സ്കന്ധം എത്തുമ്പോഴേ നമുക്കിതിൻ്റെ പൂർണ്ണ രൂപം കിട്ടുന്നത്. അതുവരെ എക്സ്പ്ലനേഷനാണ് കഥകളിലൂടെ. ഇതാണ് പുരാണത്തിൻ്റെ പ്രത്യേകത. വേദാന്ത തത്വങ്ങൾ ഉപനിഷത്താണ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. ഇതാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സൃഷ്ടിയെക്കുറിച്ചാണ് പ്രമാണങ്ങൾ പറയുന്നത്. അത് വേദത്തിനെ ബാധിക്കില്ല. കാരണം വേദം ബ്രഹ്മമാണ്, സൃഷ്ടിക്ക് അതീതമാണ്, പ്രമാണങ്ങൾക്ക് അതീതമാണ്, പ്രമാണാതീതമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമികൾ അതിനെ ഖണ്ഡനം ചെയ്തു, ആ വാദങ്ങൾ. പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ മുഖ്യമായൊരു അംശം വരുന്നത്, വേദ അധികാരം ആർക്ക് എന്നുള്ളത്. ഈ ഒരു ചോദ്യം വന്നത് അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലുണ്ടായിരുന്ന ചില ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൽ പലതും ഇന്നില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. പുസ്തകം പരിചയപ്പെടുത്താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പുസ്തകത്തിലെ കാര്യങ്ങൾ ഓരോ വാദങ്ങളായിട്ട് അവരെന്ന് എന്ത് പറഞ്ഞിരുന്നു, ചട്ടമ്പി സ്വാമികൾ അതിന് കൊടുത്ത മറുപടി എന്താണ് എന്നും കൂടി നമ്മളറിയാം. ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. ആദ്യത്തെ ചോദ്യം വന്നിരുന്നത് വേദ അധ്യയനം, പഠിപ്പിക്കാനുള്ള അധികാരം
ബ്രാഹ്മണർക്ക് മാത്രമാണ്. ഇവിടെ നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്ന അന്നത്തെ ജാതിയിൽ അലങ്കരിച്ചിരുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്, എല്ലാവരെ കുറിച്ചില്ല. അതിൽ നല്ല ആൾക്കാർ എത്രയോ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതും അപ്പം പറഞ്ഞു, അന്നത്തെ കാലഘട്ടം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓർമ്മിക്കാൻ. അപ്പോൾ വേദം പഠിപ്പിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമി വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും അതിൻ്റെ ഉദാഹരണം എടുത്ത് കാണിച്ചു. ബൃഹദാരണ്യക ഉപനിഷത്ത് എടുത്തിട്ട് ചട്ടമ്പി സ്വാമി ചോദിച്ചു, ഗാർഗ്യൻ എന്ന ബ്രാഹ്മണനെ ആരാണ് വേദം ഉപദേശിച്ചു കൊടുത്തത്? ഉത്തരം പറയൂ. അപ്പം അങ്ങനെ നോക്കിയപ്പം അജാതശത്രു എന്ന ക്ഷത്രിയ രാജാവാണ് ഗാർഗ്യൻ എന്ന ബ്രാഹ്മണന് വേദം ഉപദേശിച്ചു കൊടുത്തത്. അതോടുകൂടി ആർക്കാണ് പഠിപ്പിക്കാനുള്ള അധികാരം എന്ന ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. രണ്ടാമത് ഉദാഹരണമായിട്ട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, ഉദ്ദാലകന്റെ നേതൃത്വത്തിലുള്ള ഋഷിമാരുടെ ഒരു സംഘം ആത്മോപദേശം തേടി അറിഞ്ഞപ്പോൾ അതിനെ അശ്വപതി എന്നൊരു രാജാവ്, ക്ഷത്രിയ രാജാവാണ്, നമ്മൾ ഓർക്കണം, ക്ഷത്രിയ രാജാവാണ് അന്ന് ഋഷിമാർക്ക് ആത്മോപദേശം കൊടുത്തത്. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിനെ ആധാരമാക്കി ആരും സാംശിഷ്ടത്തിനല്ല പറയുന്നത്. എക്സാക്ട്ലി അതിൻ്റെ പ്രമാണം എവിടെയാണോ അവിടെ നിന്ന് എടുത്തിട്ട് റെഫറൻസ് ഇതാ പിടിച്ചോ, നീ എത്ര തെറ്റാണ് പറയുന്നത് നോക്കൂ. ഈ ഗ്രന്ഥം നോക്കിയിട്ട് പറയും. അവിടെ കഴിഞ്ഞ് വാദം. മൂന്നാമത് പറയുന്നത് ചാന്തോക്യ ഉപനിഷത്തിലേക്ക് പോയി. ചാന്തോക്യ ഉപനിഷത്തിൽ പോയിട്ട് ശ്വേതകേതുവിനും ഗൗതമനും ആരാണ് വേദോപദേശിച്ചു കൊടുത്തത്? പ്രവാഹൻ എന്ന ക്ഷത്രിയ രാജാവായിരുന്നു. അതും ഒരു ക്ഷത്രിയ രാജാവാണ് ആത്മോപദേശം, വേദോപദേശം അവിടെ കൊടുക്കുന്നത് ഋഷിമാർക്ക്. ഇതും കൂടി നമ്മൾ ആലോചിക്കണം. ഈ ഉദ്ദാലകൻ എന്ന് പറഞ്ഞാൽ അത്ര സാധാരണക്കാരൊന്നുമില്ല. ഇപ്പം പറഞ്ഞതുള്ളൂ ഉദ്ദാലകൻ്റെ കാര്യമൊക്കെ. അതിന് ശേഷം നമ്മളെല്ലാവരും ഭാഗവതം കേൾക്കുന്നതാണ്. ശ്രീശുഖ ബ്രഹ്മർഷി നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഋഷി, നേരിട്ട് പരിചയമല്ല പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഋഷിയാണ് ശ്രീശുഖ ബ്രഹ്മർഷി. ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ആരാണ് ആത്മോപദേശം കൊടുത്തത്? ഇതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിനാണ് ചട്ടമ്പി സ്വാമി എന്നിട്ട് പറയുന്നു, ജനക മഹാരാജാവാണ് ശ്രീശുഖ മഹർഷിക്ക് ആത്മോപദേശം. ഇത് മഹോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത് എടുത്ത് അതിനെ ആധാരമാക്കിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം അടുത്തുള്ള ത്രിപുരാരഹസ്യം എടുത്തിട്ട് ചോദിച്ചു, അഷ്ടാവക്രൻ ഉപദേശം കൊടുത്തതാരാണ്? അവിടെയും പറയുന്നു ജനക മഹാരാജാവാണ്. അഷ്ടാവക്രൻ ക്ഷത്രിയ രാജാവാണ്. അഷ്ടാവക്ര ഗീതയൊക്കെ വായിക്കേണ്ട വേദാന്തത്തിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അഷ്ടാവക്ര ഗീതയെല്ലാം. അതെടുത്തിട്ട് പറഞ്ഞ അഷ്ടാവക്രൻ ഈ തലത്തിലേക്ക് എത്തിച്ചത് ജനക മഹാരാജാവ് ക്ഷത്രിയനാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ബ്രാഹ്മണന് മാത്രമേ വേദം പഠിപ്പിക്കാവൂ എന്നുള്ള വാദം തെറ്റി. കാരണം വേദം പഠിപ്പിക്കണമെങ്കിൽ വേദം പഠിക്കണം. അപ്പോൾ ഇവരെല്ലാവരും ഈ ക്ഷത്രിയ രാജാക്കന്മാർ ഈ ബ്രാഹ്മണരെ വേദം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം വേദം അറിയാമായിരുന്നു, അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ക്ഷത്രിയന്മാർ. ഈ വാദത്തോടു കൂടി അത് പൊളിഞ്ഞു. ഇങ്ങനെ ആശയം കൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞു. അവിടെ ആയുധപ്രയോഗം ഇല്ല. അടുത്തത് പറഞ്ഞു ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല. ഇതായിരുന്നു അടുത്ത വാദം. അപ്പോൾ ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല. അതൊന്നും ചാന്തോക്യ ഉപനിഷത്തിന്റെ ഉദാഹരണം എടുത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ജാനശ്രുതിയുടെ കഥ പറഞ്ഞു. ജാനശ്രുതിയുടെ കഥ ഇവിടെ ആർക്കെങ്കിലും അറിയില്ല, ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഒന്നുകൂടി പറയാം. ജാനശ്രുതി എന്നൊരു ശൂദ്രൻ ഉണ്ടായിരുന്നു. വളരെ ധനാഢ്യനായിരുന്നു. ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് രാജാവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ തേജസ് കൂടി അങ്ങനെ നല്ല ഗംഭീരനായിട്ടിരിക്കുന്നവർ ജാനശ്രുതി എന്ന ശൂദ്രൻ. ഒരിക്കൽ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുന്ന സമയത്ത് 2 പക്ഷികൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ കൂടെ പറന്നു. അപ്പോൾ ഒരു പക്ഷി അടുത്തുള്ള പക്ഷിയോട് പറഞ്ഞു, താഴേക്ക് നോക്കണ്ട കേട്ടോ. അപ്പോൾ എന്തുപറ്റി? താഴേക്ക് നോക്കി ഇതിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ തേജസ് കാരണം നിന്റെ കണ്ണ് അന്ധമായിട്ട് പോകും, അതുകൊണ്ട് താഴേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ പക്ഷി പറഞ്ഞ്, ഇയാളൊക്കെ എന്താണ്? ആ റോയ്ക്കൻ്റെ അടുത്ത് ഇയാളൊന്ന് 7 അയലത്തെടുത്തില്ല. അപ്പം ജാൻസുതി ഇത് കേട്ടപ്പോൾ ഭയങ്കര ആരാണ് ഈ റോയ്ക്കൻ എന്ന് പറയുന്ന ആളാരാണ്? ഇയാളെ കുറിച്ചൊന്നും അറിയണുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അന്വേഷിച്ചു പറഞ്ഞു, ഇയാൾ ഭയങ്കര ബ്രാഹ്മണനാണ്, വേദജ്ഞനാണ്, അറിവിൻ്റെ നിറകുടമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ജാനശ്രുതി റോയ്ക്കനെ അന്വേഷിച്ചിട്ടറിയും. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം റോയ്ക്കൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് വേദോപദേശം തരണം. റോയ്ക്കൻ പറഞ്ഞു, രക്ഷയില്ല, അവൻ തരാൻ പറ്റില്ല. ദക്ഷിണ തരാം, രക്ഷയില്ല. ദക്ഷിണ കൂട്ടിത്തരാം. അങ്ങനെ ദക്ഷിണ കൂടി അവസാനം പറഞ്ഞാണ് എല്ലാം തരാം, എൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു തരാം. അപ്പോൾ റോയ്ക്കൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ വേദോപദേശം കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ചോദിച്ചു, ഇദ്ദേഹം ധനത്തിന് ഇത്ര അമിതമായ അത്യാഗ്രഹം ഉണ്ടായതുകൊണ്ടാണോ വേദോപദേശം കൊടുക്കാൻ വൈകിയത്? അപ്പോൾ പറഞ്ഞു, അല്ല, ഇവൻ ദാനം കൊടുക്കുന്ന സമയത്ത്
എൻ്റേത് എന്ന ഭാവത്തിലാണ് കൊടുക്കുന്നത്. ആ എൻ്റേത് എന്നത് പൂർണ്ണമായിട്ട് ത്യജിക്കണം. അവൻ ധനം ത്യജിച്ചു, എൻ്റേതെന്ന പുത്രിയെ പോലും ത്യജിക്കാൻ തയ്യാറായി ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൻ അധികാരം തെളിയിച്ചു, പഠിക്കാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപദേശം കൊടുത്തു. അപ്പോൾ ഇവിടെ ജാതിയല്ല പ്രശ്നം, അറിവിന് നമുക്ക് ആ ത്യാഗം, നമ്മുടെ എന്താ നിർമ്മമോ നിരഹങ്കാര എന്ന് പറയും ഭഗവത്ഗീതയിൽ. ആ ഒരു എൻ്റേത് എന്ന ചിന്ത ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ അറിവ് അദ്ദേഹത്തിലേക്ക് എത്തി എന്നുള്ള. അത് ശൂദ്രനും ബ്രാഹ്മണൻ ശൂദ്രനാണ് വേദം ഉപദേശിച്ചു കൊടുത്തത്. ആര് പറഞ്ഞു കൊടുത്തു? ചട്ടമ്പി സ്വാമികൾ. ചാന്തോക്യ ഉപദേശത്തിൽ അന്നേരം ഉണ്ടാക്കി പഠിച്ചെടുത്ത കഥകളൊന്നുമല്ല. ഇന്ന് നമ്മൾ ടി വിയിൽ അന്തിചർച്ചകൾ കാണുമ്പോൾ കണ്ടില്ല, ആ സമയത്ത് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി വിടും, എങ്ങനെയെങ്കിലും പറഞ്ഞ് ജയിക്കുക. ഇതല്ല, അത് ആർക്ക് എപ്പോൾ വേണം എടുത്തു നോക്കിയാലും ആ ഉപനിഷത്തിൽ ഇതുണ്ട്. അതിനുശേഷം പിന്നീട് പറയുന്നത് ജാബാലൻ്റെ കഥയാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ജാബാലൻ്റെ കഥ. ജാബാലി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അത്യാവശ്യം മോശമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു ജീവിത വൃത്തി അങ്ങനെ വ്യഭിചാരം. അവർക്കൊരു പുത്രനുണ്ട് ജാബാലൻ. അപ്പോൾ ഈ ജാബാലന് വേദം പഠിക്കാൻ ആഗ്രഹമുണ്ടായി. അപ്പോൾ അമ്മയോട് പോയിട്ട് ചോദിച്ചു, എനിക്ക് വേദം പഠിക്കാൻ പോകണം, ഞങ്ങനെ ഗൗതമമുനിയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ എന്നോട് അച്ഛൻ ആരാ ചോദിക്കും, കുലം ആരാ ചോദിക്കും, ഗോത്രം എന്താ ചോദിക്കും, അപ്പോൾ ഞാൻ എന്തു പറയും? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല. നീ ഒരു കാര്യം, നിനക്ക് സത്യം അറിയാൻ ആഗ്രഹമുണ്ട്, നിൻ്റെ പേര് സത്യകാമൻ എന്നാക്കി. അതുകൊണ്ട് നീ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയാം, ഞാൻ സത്യകാമനാണ്, ജാബാലിയുടെ മകനാണ്, അച്ഛനെക്കുറിച്ച് എനിക്കറിയില്ല, നീ ഇത്ര പറഞ്ഞാൽ മതി. അങ്ങനെ ഈ സത്യകാമൻ ഗൗതമമുനിയുടെ അടുത്ത് പോയി വേദോപദേശത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു, അഭ്യർത്ഥിച്ചു. അപ്പം ചോദിച്ചു, അച്ഛനാരാ? അപ്പോൾ ഈ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി, പക്ഷെ എനിക്ക് സത്യം അറിയണം, സത്യത്തെ അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഗൗതമൻ പറഞ്ഞു, നീ ഇത്ര സത്യം പറഞ്ഞു, ഇതിലപ്പുറം ഇനി ഒന്നും വേണ്ട, നീ ഇത്ര സത്യത്തിന് ആഗ്രഹിച്ചു വന്നു, നീ ഒന്നും ഒളിച്ചു വെക്കാതെ നിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഒരു സംശയമില്ലാതെ എന്നോടെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നീ വേദം പഠിക്കാൻ അധികാരിയാണ്, ഞാൻ ഉപദേശിച്ചു തരാം. ഇങ്ങനെ ഗൗതമ മുനി ജാബാലി സത്യകാമന് വേദം ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് തെളിയുന്നു സത്യസന്ധതയും അടങ്ങാത്ത ജ്ഞാനദൃഷ്ടയും ഉണ്ടെങ്കിൽ വേദം പഠിക്കാമെന്ന അധികാരം ചട്ടമ്പി സ്വാമി ഇതിലൂടെ ഈ ചാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞ് നമുക്ക് തെളിയിച്ചു തന്നു. അടുത്തത് സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല എന്നതിനും സ്വാമികളെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഞാൻ അതിനെയും പ്രമാണമായിട്ട് എടുത്തത്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഗാർഗിയും യാജ്ഞവൽക്യനും കൂടി ഒരു സംവാദമുണ്ട്. ആത്മാവിനെ കുറിച്ചുള്ള സംവാദം, അന്നത്തെ ആത്മജ്ഞാനത്തെക്കുറിച്ച്. അപ്പോൾ ഗാർഗി സ്ത്രീയാണ്, സമ്മതിക്കുന്ന ആരോടെ ഡിബേറ്റാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അവിടെ വെച്ചിട്ട് ഡിബേറ്റ് നടക്കുമ്പോൾ പറയുന്നു, ഗാർഗി എന്ന സ്ത്രീ യാജ്ഞവൽക്യനുമായിട്ട് വേദതത്വങ്ങളെ കുറിച്ചിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ സ്ത്രീ വേദം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. അതിനുശേഷം അടുത്ത മൈത്രേയിയെ കുറിച്ച് പറയുന്നു. മൈത്രേയി കാർത്തികേയൻ യാജ്ഞവൽക്യൻ്റെ 2 ഭാര്യമാരാണ്. യാജ്ഞവൽക്യൻ തപസ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തും മുതലെല്ലാം കൊടുത്ത് 2 ഭാര്യമാർക്ക് ഈക്വലായിട്ട് വിരിച്ചു കൊടുത്തു. അപ്പോൾ കാർത്തികേയന് കിട്ടിയതൊക്കെ വാങ്ങി വെച്ചു. മൈത്രേയി പറഞ്ഞു, നിങ്ങളെങ്ങോട്ടാ പോണത്? അപ്പോൾ ഞാനിതെല്ലാം ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യാൻ പോവാം, മോക്ഷം വാങ്ങാൻ പോവുകയാണ്. ഓ, അത് ശരി. അപ്പോൾ ഇതെല്ലാം കയ്യിൽ വെച്ചാൽ എനിക്ക് മോക്ഷം കിട്ടുമോ? കിട്ടില്ല. ഞാൻ മരിച്ചു പോകുമോ? മരിച്ചു പോകും. എന്നാൽ എനിക്കിത് വേണ്ട, ഞാനും വരുന്നു മോക്ഷം വാങ്ങാം. അങ്ങനെ വേദപഠനത്തിന് വേണ്ടി പുറപ്പെട്ടു മൈത്രേയി. ഇതൊക്കെ ചാന്തോക്യ ഉപനിഷത്തിലെ കഥകൾ എടുത്തു വെച്ചിട്ട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു കൊടുത്തു. അതോടുകൂടി ആ വാദവും പൊളിഞ്ഞു. അടുത്തതായിട്ട് പറയാനുള്ളത് ശ്രീശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രം എന്ന ഒരു ഗ്രന്ഥം. അത് വേദവ്യാസർ രചിച്ചാണ്. ശ്രീശങ്കരാചാര്യ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ അഥാതോ ബ്രഹ്മജിജ്ഞാസ, ഇതാണ് ആദ്യത്തെ പദം. ഇവിടെ പറയുന്നു ബ്രഹ്മജിജ്ഞാസ, ഇനി മുതൽ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ഇനി മുതൽ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്? അതിന് ശങ്കരാചാര്യർ കൊടുത്ത മറുപടിയുണ്ട്. സാധനാ ചതുർത്ഥ സമ്പത്തി ഉണ്ടെങ്കിൽ വേദാധികാരമുണ്ട്. എന്താണ് സാധനാ ചതുർത്ഥ സമ്പത്തി? വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി, മുമുക്ഷുത്വം. 4 കാര്യങ്ങളാണ്. വിവേകം, ആത്മാനാത്മ വിവേകം, നിത്യാനിത്യ വിവേകം എന്ന് പറയും.
വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആത്മവസ്തുവിനേക്ക് അടുക്കാനും അനാത്മവസ്തുവിൽ നിന്ന് അകലാനുമുള്ള ശക്തി, അതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത്. ഷഡ് സമ്പത്തി: ശമം, ദമം, ഉപരതി, തിരീക്ഷ, ശ്രദ്ധ, സമാധാനം. 6 ഗുണങ്ങൾ ഒരു മനുഷ്യൻ ആർജിക്കേണ്ടതുണ്ട്. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, അവനവനെ തന്നെ സന്തുഷ്ടി കണ്ടെത്തുക, അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങൾ മനസ്സിൻ്റെ സംയമനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ഗുരുവാക്യങ്ങളിലും ശാസ്ത്രവാക്യങ്ങളിലും അടിയുറച്ച് വിശ്വാസമുണ്ടാവുക, അവനവനിലെ ആത്മാവിനെ കണ്ടെത്തി ശാന്തിയിൽ ചെയ്യുക. ഇങ്ങനെയാണ് 6 കാര്യങ്ങൾ. ഇത് നേടിയിട്ടുണ്ടോ? ഉണ്ട്. മുമുക്ഷുത്വം: മോക്ഷം നേടാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ 4 ഉണ്ടെങ്കിൽ ആ വ്യക്തി വേദപഠനത്തിന് അധികാരിയാണ്. ആരാ പറഞ്ഞത്? ശങ്കരാചാര്യൻ. ശങ്കരാചാര്യൻ്റെ ശിഷ്യന്മാരെ സ്വീകരിക്കുമ്പോൾ ജാതി ചോദിച്ചിട്ടല്ല സ്വീകരിച്ചത്. നമുക്ക് നോക്കിയാൽ അറിയാം. അതിനുശേഷം വന്ന ഈ ആധ്യാത്മിക ഗുരുവിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ഓരോ ഗുരുവിനെ നോക്കിയാലും നമുക്കറിയാം. രമണ മഹർഷി, ചിന്മയാനന്ദ സ്വാമി, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ശ്രീ രവിശങ്കർ, അമ്മ, ഇവരുടെ ഒന്നും ആശ്രമങ്ങളിൽ ജാതി ചോദിക്കാറില്ല. ജ്ഞാനദൃഷ്ടിയുണ്ടോ? അഡ്മിഷൻ അവിടെ കിട്ടും. നമ്മളുടെ അധികാരിയായിട്ട് സ്വയം മാറുക എന്നുള്ള. അവസാനമായിട്ട് ചട്ടമ്പി സ്വാമികൾ ചോദിക്കുന്നു, കർമ്മലോകം കൊണ്ട് ബ്രാഹ്മണ്യം നഷ്ടപ്പെടുമെന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കർമ്മത്തിനല്ല പ്രാധാന്യം? കർമ്മം കൊണ്ട്, ജാതി കൊണ്ടാണ് ബ്രാഹ്മണ്യം നഷ്ടപ്പെടും പറയാൻ പറ്റില്ല. മരിക്കുന്നവർ അതേ ജാതിയാണ്, ബ്രാഹ്മണനായിട്ടിരിക്കും. പക്ഷെ കർമ്മലോകം കൊണ്ട് ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട പല കഥകളും പറയുന്നുണ്ടല്ലോ. അപ്പോൾ കർമ്മം കൊണ്ടല്ലേ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ടത്? അതിനർത്ഥം കർമ്മമല്ലേ പ്രാധാന്യം, കർമ്മം കൊണ്ടല്ലേ ബ്രാഹ്മണ്യം നേടേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു. അതിന് ഉത്തരമില്ല. കാരണം കർമ്മം കൊണ്ടേ ബ്രാഹ്മണ്യം നേടുള്ളൂ എന്നുള്ളത് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രനാണ്, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനായിട്ട് മാറുന്നതെന്ന് ധർമ്മശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോ പോയിന്റ് ഓരോന്നും പറഞ്ഞ് ഒരു അന്ധവിശ്വാസം വരുന്നു, ഉടനെ ശാസ്ത്രങ്ങൾ വെച്ചിട്ട് അതിനെ തകർത്ത് കളയുന്നു. നമ്മൾ ഈ വിസയിലടിക്കുന്ന പോലെയാണ് ഇത് വായിക്കുമ്പോൾ. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഗ്രന്ഥമാക്കിയതാണ് വേദ അധികാര നിരൂപണം എന്ന ഗ്രന്ഥം. അത് നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്. അതിൽ സ്വാമികളുടെ അനുഗ്രഹമാണ് പുസ്തക രൂപത്തിൽ വരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്കത് പ്രചോദനമുണ്ടാവും. നമ്മളിലേക്ക് എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനിലേക്ക് എടുക്കും. നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് മലീമസമായ ചിന്തകൾ മാറിക്കിട്ടും. ഹിന്ദു എന്ന ഒരു ആത്മാഭിമാനം, ഒരു ഗൗരവം അത് നമ്മൾക്കുണ്ടാകും. എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സമയമായി എന്ന സിഗ്നൽ വന്നു, ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ വേദാധികാരം നമ്മൾക്കെല്ലാം അവകാശപ്പെട്ടാണ്. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ അമ്പലം ചെയ്യുന്നുണ്ട്. വേദങ്ങൾ ഇപ്പോഴും സ്ത്രീകൾ ഇവിടെ വന്ന് വേദം ചൊല്ലുന്നുണ്ട്. കഴിഞ്ഞ ഗുരുപൂർണ്ണിമയ്ക്ക് നമ്മൾ 1 മണിക്കൂറോളം കഴിച്ചോളൂ, കുഴപ്പമില്ല, 1 മണിക്കൂറോളം വേദം ചൊല്ലി എല്ലാവരും അവിടെ ഒരാൾ അമൃത ജ്യോതിയുടെ ക്ലാസ്സുകളിൽ ഒരാൾ സർനെയിം ചോദിക്കാറില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു നായർ, പിള്ള, മേനോൻ, ശർമ്മ ഇങ്ങനൊന്നും എഴുതാറില്ല, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളുടെ പ്രചോദന കേന്ദ്രം. അവിടെ നിന്ന് ഊർജ്ജം കൊണ്ടുകൊണ്ടാണ് ഇത്തരം സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും അതുകൊണ്ട് മാറി നിൽക്കാതെ നമ്മളുടെ അധികാരം ഉപയോഗിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഓം നമസ്കാരം.